നമ്മുടെ ബളാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ രാജു കട്ടേക്കത്തിന് അവരുടെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചിറ്റാരിക്കാൽ ഡിവിഷൻ പ്രതിനിധി ശ്രീ ജോമോൻ ജോസ് അവർ, അതേപോലെ നമ്മുടെ ചിറ്റാരിക്കാൽ ഡിവിഷൻ ബ്ലോക്ക് സ്ഥാനാർത്ഥി ശ്രീ ജോസ് തിരുത്തോട്ടിൽ, അതേപോലെ തന്നെ നമ്മുടെ മാലോൺ ഡിവിഷൻ്റെ ഷോബി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത്, അതേപോലെ കോട്ടമല ഡിവിഷൻ PD നാരായണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അതേപോലെ തന്നെ കമ്പല്ലൂർ ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ ശ്രീമതി അന്നമ്മ മാത്യു, 5ാം വാർഡിൻ്റെ മെമ്പറായ ശ്രീ അജേഷ് അമ്പു, 6ാം വാർഡ് മെമ്പറായ ശ്രീമതി ലില്ലിക്കുട്ടി, 7ാം വാർഡ് മെമ്പറായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ KK തങ്കച്ചൻ, 8ാം വാർഡ് മെമ്പറായ ശ്രീ ജെയിംസ് എത്തിപ്പള്ളി, ശ്രീ ജെയിംസ്, ശ്രീമതി മോളിക്കുട്ടി ടീച്ചർ 13ാം വാർഡ് മെമ്പർ, ഷെരീഫ് വാഴപ്പള്ളി 15ാം വാർഡ് മെമ്പർ, നമ്മളെത്തിയ മെമ്പർ ജനപ്രതിനിധികൾ ആയിരിക്കുകയാണ്. അവർക്ക് വരുന്നവർ നമുക്ക് തുടർന്ന് ഷാളണിയിക്കാം. സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യായ MP ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ധീരനായ പ്രസിഡന്റ് ശ്രീ ജോയി ജോസഫ്, സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനും സ്വാഗത പ്രാസംഗികനുമായ ശ്രീ ചാൾസ് ചാക്കോ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ AC ജോസ്, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ബളാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, 25 വർഷക്കാലം സ്തുത്യർഹമായി പഞ്ചായത്ത് മെമ്പറായി സേവനമനുഷ്ഠിച്ച ശ്രീ രാജു കട്ടതയും, അതുപോലെ തന്നെ ബശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് പിടിച്ചെടുത്ത് ആ കസേരയിൽ അവരോധിതയായ ഗിരിജ മോഹനൻ, ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ മെമ്പർ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോമോൻ ജോസ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ബശ്ശേരി ശ്രീ PC ഇസ്മയിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ നോയൽ ടോമി ജോസഫ്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെബി ജോസഫ്, ബ്ലോക്ക് മെമ്പർ ജോസ് കണിയത്തോട്ടിൽ, ബ്ലോക്ക് മെമ്പർ കണിയത്തോട്ടിൽ ശ്രീ PD നാരായണി, ബ്ലോക്ക് മെമ്പർ അന്നമ്മ മാത്യു, 5ാം വാർഡ് മെമ്പർ അജേഷ് അമ്പു, 6ാം വാർഡ് മെമ്പർ ലില്ലിക്കുട്ടി, 7ാം വാർഡ് മെമ്പർ KK തങ്കച്ചൻ, 8ാം വാർഡ് മെമ്പർ ജെയിംസ് TA,
13-ാം വാർഡ് മെമ്പർ മോളിക്കുട്ടി ടീച്ചർ, 15-ാം വാർഡ് മെമ്പർ ഷെരീഫ് വാഴപ്പള്ളി, 16-ാം വാർഡ് മെമ്പർ ലിഥന MT, 18-ാം വാർഡ് മെമ്പർ റൈഹാനത്ത് ടീച്ചർ, അതുപോലെ തന്നെ ശ്രീ അഗസ്ത്യൻ മണലാൽ, അധ്യക്ഷവേദിയിലെ മറ്റ് ബഹുമാന്യരെ, ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ ഈ വെസ്ലേരി പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരെ അനുമോദിക്കാൻ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പങ്കെടുക്കുന്നു. പക്ഷേ എനിക്കൊരു ദുഃഖമുണ്ട്, അത് ഞാൻ മനസ്സിൽ ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടാകേണ്ടിയിരുന്നു. നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോയി ജോസഫ്. അദ്ദേഹം കൂടി ജയിച്ചു വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരാജയം എൻ്റെ മനസ്സിൽ ഒരു ദുഃഖമായി നിലകൊള്ളുന്നു എന്നുള്ളത് സത്യമാണ്. റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പോക്കിയതല്ല, അത് വർഷങ്ങളെടുത്ത് കെട്ടിപ്പടുക്കിയ ഒരു സാമ്രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ദിവസം കൊണ്ട് ഇത്രയും പേർക്കൊന്നും ജയിക്കാനാവില്ല, ജയിപ്പിക്കാനാവില്ല. അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഭഗീരഥ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്. വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും അനുഭവിച്ച് ഈ പഞ്ചായത്ത് തിരിച്ചു പിടിക്കണമെന്നുള്ള ദൃഢപ്രതിജ്ഞയെടുത്ത് ആ പ്രതിജ്ഞ പ്രാവർത്തിയാക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ശ്രീ ജോയി ജോസഫ് പരാജയപ്പെട്ടതിൻ്റെ ദുഃഖമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അദ്ദേഹം കൂടി പഞ്ചായത്തിൽ ഉണ്ടാകേണ്ട ഒരാളായിരുന്നു. എന്തായാലും വെസ്ലേരി പഞ്ചായത്ത് നമ്മൾ തിരിച്ചു പിടിച്ചു, അതുപോലെ ചിറ്റാരിക്കൽ ഡിവിഷന് നമ്മൾ തിരിച്ചു പിടിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം തിരിച്ചു പിടിച്ചു. ഈ പ്രദേശമൊക്കെ നമുക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളാണ്. കോൺഗ്രസ്സുകാർ ഒത്തൊരുമിച്ച് നിന്നാൽ ഇവിടെ ജയിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പരിശ്രമിച്ചാൽ പരാജയപ്പെടും. എളേരി പഞ്ചായത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കുമാവില്ല. കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ തോൽപ്പിക്കാമെന്നല്ലാതെ ഇവിടെ കോൺഗ്രസ് പരാജയപ്പെടാനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നു. ഇപ്പം നമുക്ക് ഈ പഞ്ചായത്ത് കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, പാർലമെൻറ്റിൽ 35 വർഷത്തിന് ശേഷം നമുക്കൊരു പ്രസിഡൻ്റ് ആകാൻ ഒരു പാർലമെൻറ്റ് അംഗത്തെ കിട്ടി. അപ്പോൾ പാർലമെൻറ്റ് ഇവിടെ കിട്ടി, ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധി മെമ്പർമാരെ കിട്ടി, ജില്ലാ പഞ്ചായത്ത് കിട്ടി, പഞ്ചായത്ത് നമ്മൾ പിടിച്ചെടുത്തു. ഇനി നിങ്ങളെല്ലാവരും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ തൃക്കരിപ്പൂർ അസംബ്ലിയിൽ ഒരു കോൺഗ്രസിൻ്റെ MLA, UDF MLA അടുത്ത വർഷത്താണ്. അങ്ങനെ ഒരു MLA ഉണ്ടായി UDF ഭരണം വന്നാൽ യാതൊരു തർക്കവും വേണ്ട, തൃക്കരിപ്പൂർ നിങ്ങൾ വിജയിപ്പിച്ചാൽ കുടിവെച്ച കാറിൽ കേരളത്തിൽ ഒരു മന്ത്രി ഇവിടെ നിന്നുണ്ടാകുമെന്നുള്ള കാര്യം. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് തൃക്കരിപ്പൂർ അസംബ്ലി പിടിച്ചെടുത്ത് കാസർഗോട്ട് നമുക്ക് ഉദുമ പിടിച്ചെടുക്കാൻ കഴിയും. ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ 9,000 കൊണ്ട് ഭൂരിപക്ഷം ഉദുമയിൽ. ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ 1,900 കൊണ്ട് കുറവാണ് ഈ തൃക്കരിപ്പൂരിൽ. അതുപോലെ 2,000 വോട്ടിന് താഴെയാണ് കാഞ്ഞങ്ങാട്. എല്ലാവരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായാൽ ഈ കാഞ്ഞങ്ങാട് അസംബ്ലി നമുക്ക് പിടിച്ചെടുക്കാം, തൃക്കരിപ്പൂർ നമുക്ക് പിടിച്ചെടുക്കാം, ഉദുമ നമുക്ക് 9,000 കൊണ്ട് ഭൂരിപക്ഷമുണ്ട്, അത് പിടിച്ചെടുക്കാം. മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമായ മഞ്ചേശ്വരവും കാസർഗോട്ടും നിലനിർത്തിയാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ പരാജയമുണ്ടായി എന്ന് കൊട്ടിഘോഷിക്കുന്നു ചില ആളുകൾ. എവിടെയാണ് പരാജയം ഉണ്ടായത്? എന്ത് പരാജയമാണ് UDFനുണ്ടായത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച കാലം മുതൽ കേരളത്തിൽ LDFന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് സാമാന്യ വിവരമുള്ള എല്ലാവർക്കും അറിയാം. അതിനൊരു മാറ്റമുണ്ടായ ഒറ്റ തെരഞ്ഞെടുപ്പേ ഉള്ളൂ, അത് 2010 തെരഞ്ഞെടുപ്പാണ്.
പഞ്ചായത്ത് 2010 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 എണ്ണം ഭരിച്ചത് UDF ആണ്. മുനിസിപ്പാലിറ്റി ഭരിച്ചത് ഭൂരിപക്ഷം UDF ആണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചത് UDF ആണ്. കോർപ്പറേഷൻ ഭൂരിപക്ഷവും UDF ആണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എല്ലാം 2010 UDF മുന്നേറി. 15 അത് വീണ്ടും ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഒരിക്കലും ഇല്ല. ഇവിടെ തന്നെ ജോയി നോക്കാൻ കാരണം എന്താ? കോൺഗ്രസിൽ നിന്ന് ഒരുത്തൻ കയറി വിമതനായി നിന്നു, അവൻ വോട്ട് പിടിച്ച് ജോയി തോറ്റു. ജയിച്ചപ്പോൾ തന്നെ അവൻ മാർക്സിസ്റ്റ് പാർട്ടി പോയി. ഇന്ന് കേരളത്തിൽ മാർക്സിസ്റ്റുകാർ പല പഞ്ചായത്തിലും നിലനിൽക്കുന്നത് കോൺഗ്രസിൻ്റെ വിമതന്മാരെ കൊണ്ടാണ്. സ്വന്തമായി മേൽവിലാസം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം തന്നെ മഞ്ചേശ്വരം എടുത്തു, അവിടെ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ധാരണ ഉണ്ടാക്കി. കുമ്പളയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മൊത്തം പിടിച്ചെടുത്തു. BJPയും ഇടതുപക്ഷവും തമ്മിൽ ധാരണ. മനസ്സിലായി? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിന്. അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനാണ്. പിണറായി വിജയനുള്ള വലിയ അംഗീകാരമുണ്ടെന്ന് പറയുന്ന ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇടതുപക്ഷത്തോട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 എണ്ണം എന്തുകൊണ്ട് UDF ജയിച്ചു? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? ഇന്ത്യ ഭരിക്കുന്നിടത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ കാര്യം? ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും മാത്രമുണ്ടായിരുന്നൊരു പാർട്ടി ഇന്ന് ബംഗാളിലെ പാർട്ടി ഓഫീസ് മൊത്തം BJPക്ക് വാടക കൊടുത്തിട്ടാണ് നേതാക്കന്മാർ വല്ലതും ആഹാരം കഴിക്കുന്നത്. നിവൃത്തിയില്ല. ഈ വെസ്റ്റേരി പഞ്ചായത്തിൽ ഏതെങ്കിലും ഹോട്ടലിൽ ബംഗാളിൽ നിന്ന് ഏതെങ്കിലും ജോലി ചെയ്യുന്നത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. ഒന്നുകിൽ അവൻ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും. 35 വർഷം ബംഗാൾ ഭരിച്ചിട്ട് ഇവിടെ വന്ന് പത്തിരി അടിക്കുന്നവൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, ഏരിയ സെക്രട്ടറി. അപ്പോൾ ഒരു സംസ്ഥാനം ഭരിച്ച് അനുയായികളെ വഴിയാധാരമാക്കി അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അവത്തങ്ങൾ നാട് വിട്ട് ഇവിടെ കൂലിപ്പണിയെടുത്ത് ഹോട്ടൽ പണിയെടുത്ത് ജീവിക്കേണ്ട ഗതികളിലേക്ക് ബംഗാളിനെ കൊണ്ടുചെന്ന് എത്തിച്ചു മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാനാവില്ലെന്ന സാമാന്യ വിവരമുള്ള എല്ലാവർക്കും അറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസ് ആണ്. 200 വർഷത്തെ പോരാട്ടം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മാത്രമല്ല കോൺഗ്രസ് നേടിത്തന്നത്, ഈ രാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവന്ന കോൺഗ്രസ് ആണ്. എബ്രഹാം ലിങ്കനാണ് ജനാധിപത്യത്തിന് ഒരു ആപ്തവാക്യം ഉണ്ടാക്കിയത്. എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ദാറ്റ് പ്രോസസ് ഷാൽ നോട്ട് പെരിഷ് ഫ്രം ദ എർത്ത് എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഒരു ഗവൺമെന്റ്. അങ്ങനെ ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഇന്ത്യയിൽ ജനാധിപത്യം കൊണ്ടുവന്ന കോൺഗ്രസ് ആണ്. 80% ഹിന്ദുക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. ഹിന്ദുക്കൾ പോലെ മുസൽമാനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൗദ്ധനും ജൈനനും സിഖുകാരനും ജീവിക്കാൻ മതാത്മകമായ ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയതും കോൺഗ്രസ് ആണ്. ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ച് ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലൂടെ ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഒരു ഭരണഘടന ഉണ്ടാക്കി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാക്കി തന്നത് കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു കോൺഗ്രസ്. ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്നു കോൺഗ്രസ്. ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റി കോൺഗ്രസ്. ഈ രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാക്കി ജനങ്ങൾക്ക് മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും കൊടുത്തു കോൺഗ്രസ്. ആ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. The state shall not deny to any person equality before law or equal protection of the law within the territory of India. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളും ഭരണഘടനയുടെ മുമ്പിൽ, നിയമത്തിന് മുമ്പിൽ സമന്മാരാണ്. 2 തരം പൗരന്മാർ ഇന്ത്യയിലില്ല എന്ന് ഭരണഘടനയിലൂടെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തത് കോൺഗ്രസ് ആണ്. ആ സ്വാതന്ത്ര്യം,
ആ ജനാധിപത്യം, ആ മതേതരത്വം, ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ജനങ്ങളുടെ പ്രാണവായുവാക്കി കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ ഇവിടെ നിലനിർത്തിയത് കോൺഗ്രസ്സാണ്. ഇന്ന് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്നില്ല. പക്ഷെ ജനങ്ങൾ ആഗ്രഹിച്ചു കോൺഗ്രസ് ഇന്ത്യ ഭരിക്കണം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം. അതുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 20-20 ജയിപ്പിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു. കോൺഗ്രസ് പറഞ്ഞു 1 കുറച്ച് മതി. ആലപ്പുഴ അവിടെ കോൺഗ്രസിന്റെ കയ്യിലെ പാളിച്ചകൾ കൊണ്ട് ഒരു സീറ്റ് പോയി. അതും കൂടി നേടിയിരുന്നെങ്കിൽ 2020 പാർലമെന്റിനകത്ത് ഒരുത്തനെ കിട്ടത്തില്ലായിരുന്നു ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക്. നമ്മുടെ കയ്യിൽ ഒരു വിശ കൊണ്ട് അവിടെ ഒന്ന് കിട്ടി. അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങൾക്കറിയാം കോൺഗ്രസിനാണ് വോട്ട് കൊടുക്കേണ്ടത്. ഇനിയിപ്പോ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോ ജനങ്ങൾക്കറിയാം ഇയാളെ പിടിച്ച് താഴെ ഇട്ടെങ്കിലേ കേരളം നന്നാവൂ. ആരെ? പിണറായി വിജയനെ. അതുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാമെന്ന് വ്യാപനിക്കില്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് കൊട്ടിഘോഷിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോ കോൺഗ്രസിനെ അപമാനിക്കാൻ കോൺഗ്രസ് മുന്നണിയിലെ 2ാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാന്ന് പറയുന്നു. ഒരല്പ കേരള ചരിത്രം ഞാൻ പറഞ്ഞു തരാം. കേരള പിറവിക്ക് ശേഷം ആദ്യമായി കേരളത്തിൽ ഇലക്ഷൻ നടന്ന എന്നാണ്? 1957. അതാണല്ലോ ബാലറ്റ് പേപ്പറിലുള്ള ആദ്യത്തെ ഇലക്ഷൻ. EMS മുഖ്യമന്ത്രിയായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതെന്നാ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചു ചോദിച്ചാൽ ഒരുത്തം പറയും 920, ഒരുത്തം പറയും 925. എപ്പോഴാ ഉണ്ടായത് പോലും ഇവന്മാർക്ക് നിശ്ചയമില്ല. ഒരു കൂട്ടർ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ചത് 1920 ഉത്തർപ്രദേശിൽ ലഖ്നൌവിലാണെന്ന് പറയും. വേറൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയും അത് ഇന്ത്യയിലല്ല ഉണ്ടായത്, സോവിയറ്റ് യൂണിയനിലെ താഷ്കണ്ടിൽ 925. ഒരുത്തൻ ജന്മദിനം 20 ആഘോഷിക്കുന്നു, മറ്റൊരുത്തൻ ജന്മദിനം 25 ആഘോഷിക്കുന്നു. എന്തായാലും കേരളത്തിൽ ഈ സാധനം ഉണ്ടായ 939 പിണറായി പാറപ്പുറത്ത് അവിടെ ഉണ്ടായ ഈ സാധനം 2ആയി 1964. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ആകുമ്പോൾ അറിയപ്പെടുന്ന നേതാക്കന്മാരെല്ലാം CPIയിൽ MN ഗോവിന്ദൻ നായർ, TV തോമസ്, NE ബലറാം, E ചന്ദ്രശേഖരൻ നായർ, PS ശ്രീനിവാസൻ, SA ഡാംഗെ അടക്കം ദേശീയ നേതാക്കളിൽ അറിയപ്പെടുന്നവരെല്ലാം വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അറിയപ്പെടുന്ന ഒരാൾ മാത്രം EMS, ബാക്കി എല്ലാവരും പോയി. 1964 പാർട്ടി 2ആയപ്പോ നേതാക്കന്മാർ മൊത്തം അപ്പുറത്ത് പോയപ്പോ 64 തെരഞ്ഞെടുപ്പിൽ ആരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ചോദ്യം കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ വന്നപ്പോൾ ബുദ്ധിമാനായ EMS മുസ്ലിം ലീഗിനോട് പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുമായി ചേരണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആഫീസ് പൂട്ടിപ്പോവും. അങ്ങനെ ആദ്യമായി കേരളത്തിൽ മുസ്ലിം ലീഗുമായി ഐക്യമുണ്ടാക്കിയത് EMS ആണ്. ചരിത്രം അറിയാവുന്ന കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചു ചോദിച്ചാൽ അവർ പറയും ഒരു വർഗീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എങ്കിൽ എന്തിനാണ് EMS 64 അവരുമായി ഐക്യമുണ്ടായത്? തെരഞ്ഞെടുപ്പ് മത്സരിച്ചു, റിസൾട്ട് വന്നു. EMS മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് 44 അംഗങ്ങളെ കിട്ടി. 44 അസംബ്ലിയിൽ. ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചു, അവർക്കാകെ കിട്ടിയത് 3. മനസ്സിലായോ? ചേലാട്ട് അച്യുതമേനോ, പ്രഗത്ഭമതികൾ, അവർക്കാകെ കിട്ടിയ അസംബ്ലി 3. മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് EMS 44 സീറ്റ് നേടി. എന്തേ 65 അസംബ്ലി കൂടാൻ പറ്റാതെ പോയി? അസംബ്ലി പിരിച്ചുവിട്ടല്ലോ. എന്താ കാരണം? 29 MLAമാർ ജയിലിൽ കിടക്കുന്നു. എന്താ? ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തി, ചൈനയ്ക്ക് അനുകൂലമായി നിന്നു. ജയിച്ച 29 MLAമാർ ജയിലിൽ കിടക്കുമ്പോ സഭ വിളിച്ചു കൂട്ടിയപ്പോൾ സഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ല. സഭയിൽ ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് നിയമസഭ പിരിച്ചുവിട്ടു. അങ്ങനെ 1965 ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഗവൺമെന്റ് ആർക്കും ഉണ്ടാകാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യത്തിൽ EMS രക്ഷപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ് നല്ലത് എന്ന്, ഏതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെളിയിക്കാൻ ലീഗിന്റെ കാല് പിടിച്ചുകൊണ്ട് അവർ കഴിഞ്ഞു. അങ്ങനെ 44 സീറ്റ് കിട്ടി. നിയമസഭ കൂടിയില്ല, പിരിച്ചുവിട്ടു. 67 സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി EMS.
ആ സപ്തകക്ഷി മുന്നണിയിലെ ഏറ്റവും പ്രബലമായ കക്ഷി ലീഗാണ്. കേരളത്തിൽ ആദ്യമായി ഒരു മുസ്ലിം ലീഗുകാരനെ മന്ത്രിയാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പൊ പറയുന്നു അത് വർഗീയ പാർട്ടിയാണ്. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാലത് ശുദ്ധമാകും. ഇവിടെ പൗലോസ് പിണറായി വിജയൻ, അയാൾ ആരെ തൊടുന്നോ ശുദ്ധം. ലീഗിനെ തൊട്ടാൽ ശുദ്ധം, SDPIയെ തൊട്ടാൽ ശുദ്ധം, വെൽഫെയർ പാർട്ടിയെ തൊട്ടാൽ ശുദ്ധം. മദനിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി PDPയുമായി വേദി പങ്കിട്ടാൽ അത് വിജയനാണോ ശുദ്ധം, കോൺഗ്രസ് ആണോ വർഗീയ? അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നൊരു പുത്തരിയല്ല. 67 സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കിയപ്പോ, തെരഞ്ഞെടുപ്പ് നടന്നപ്പോ, ഇടതുപക്ഷത്തിന് മുൻതൂക്കം കിട്ടിയപ്പോ ഞങ്ങളുടെ നേതാവ് കരുണാകരൻ ആകെ അസംബ്ലിയിൽ 9 പേർ, ആ 9 പേരെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചിട്ടാണ് EMSനെ താഴെ ഇറക്കി. ചേലാട്ടച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കി. MLA അല്ലാത്ത അച്യുതമേനോനെ കൊട്ടാരക്കരയിൽ കൊണ്ടുപോയി നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് MLA ആക്കി. നിയമസഭ പിരിച്ചുവിട്ടു. എന്നിട്ട് വീണ്ടും ഭൂരിപക്ഷം കിട്ടി. കോൺഗ്രസ് മാറി നിന്നു, കരുണാകരൻ മാറി നിന്നു. വീണ്ടും ഒരിക്കൽ കൂടി അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ്. എൻ്റെ പ്രസംഗിക്ക് CPIക്കാരോട് ചോദിക്കട്ടെ, കോൺഗ്രസുമായി കൂടിയ കാലം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം. ഇനി കോൺഗ്രസ് 2 പ്രാവശ്യം നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നു. ചേലാട്ട് അച്യുതമേനോൻ എന്ന C അച്യുതമേനോനെ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കി. PK വാസുദേവൻ നായരെ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കി. ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആട്ടും തുപ്പും കൊണ്ട് അവിടെ പുറമ്പോക്കിൽ കിടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഈ CPIയോട് ഞാൻ ചോദിക്കുന്നു, ഇനി ഈ ജന്മം മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാണിച്ചാരെയും ഭയപ്പെടുത്തണ്ട. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ജയിച്ചു എന്ന് കൊട്ടിഘോഷിക്കുന്നു, അതൊന്നും അടുത്ത തെരഞ്ഞെടുപ്പിന് ബാധകമല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എവിടെയാണ് രാഷ്ട്രീയം ചർച്ച ചെയ്തത്? നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രിമാർ 1957 EMS, രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള, മൂന്നാമത്തെ മുഖ്യമന്ത്രി R ശങ്കർ, നാലാമത്തെ മുഖ്യമന്ത്രി വീണ്ടും EMS, പിന്നെ അച്യുതമേനോൻ 5, 6 അച്യുതമേനോൻ, 7 K കരുണാകരൻ, 8 AK ആന്റണി, then PK വാസുദേവൻ നായർ, പിന്നെ CH മുഹമ്മദ് കോയ, അതിനുശേഷം 2 വർഷം നയനാർ, പിന്നെ കരുണാകരൻ, വീണ്ടും നയനാർ, പിന്നെ കരുണാകരൻ, പിന്നെ ആന്റണി, പിന്നെ ഉമ്മൻചാണ്ടി, പിന്നെ അച്യുതാനന്ദൻ, പിന്നെ ഉമ്മൻചാണ്ടി. 1957 തൊട്ട് 2016 വരെയുള്ള മുഖ്യമന്ത്രിമാർ 1,57,000 കോടി രൂപയുടെ കടമുണ്ടാക്കി വെച്ചു ഈ കേരളത്തിന്. EMS തൊട്ട് ഉമ്മൻചാണ്ടി വരെയുള്ള കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാർ ആകെ ഉണ്ടാക്കി വെച്ച കടം 57 തൊട്ട് 2016 വരെ 1,57,000 കോടി. ഈ പിണറായി വിജയൻ 5 വർഷം കൊണ്ടുണ്ടാക്കിയ കടം 1,57,000 കോടി. മനസ്സിലായോ നിങ്ങൾക്ക്? എത്ര മുഖ്യമന്ത്രിമാർ ഉണ്ടാക്കി വെച്ച കടമാണ് ഒരു ഒറ്റ ഭരണകാലം കൊണ്ട് ഈ മുഖ്യമന്ത്രി ഉണ്ടാക്കി വെച്ചത്? കേട്ടുകേൾവിയുണ്ടോ? എങ്ങനെയാ അവർ അധികാരത്തിൽ വന്നത്? സോളാർ കേസ്, സരിത, PKG സെന്ററിൽ കാറൽ മാർക്സിന്റെ പടമല്ല വെച്ചേക്കുന്ന, സരിതയുടെ പടവും സ്വപ്നയുടെ പടവുമാണ്. ആ പാർട്ടിയെ നിലനിർത്തിയിരിക്കുന്ന സരിതയും സ്വപ്നയും ശിവശങ്കറും ഒക്കെയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ബഹുജന സമ്പർക്ക പരിപാടി കോടിക്കണക്കിന് രൂപയിലെ പാവത്തുങ്ങൾക്ക് വാരിക്കോരിയ മനുഷ്യൻ കൊടുത്തത്. കാരുണ്യ ബെനവലൻ ഫണ്ട്, കാരുണ്യ ലോട്ടറി വിറ്റ് കിട്ടുന്ന പണം ഒരു ബെനവലൻ ഫണ്ട് ഉണ്ടാക്കി. ക്യാൻസർ, ഹീമോഫീലിയ, കിഡ്നി, മാരകമായ കരൾ രോഗം ചോദിക്കുന്ന കാശല്ലേ നിങ്ങൾക്ക് കാരുണ്യ ബെനവലൻ ഫണ്ടിൽ നിന്ന് മുഖ്യമന്ത്രി തന്നത്? അദ്ദേഹത്തിന്റെ ബഹുജന സമ്പർക്ക പരിപാടിയിൽ ആകർഷകരായി ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തിനൊരു അവാർഡ് കൊടുത്തില്ലേ? ഏഷ്യയിലെ ആദ്യത്തെ അവാർഡാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കിട്ടിയത്. EMS തൊട്ട് നിങ്ങൾക്കറിയാം, കരുണാകരൻ നയനാർ വരെ ഭരിച്ചിട്ട് ഐക്യരാഷ്ട്ര രക്ഷാസഭയുടെ ഒരു അവാർഡ് നേടിയെടുത്ത ആദ്യത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയില്ലേ? സംസാരശേഷിയില്ലാത്ത കുട്ടികൾ, ശ്രവണശക്തിയില്ലാത്ത കുട്ടികൾ, അവർക്ക് സംസാരിക്കാൻ, അവർക്ക് കേൾവിശക്തി കിട്ടാൻ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്താൻ 5 ലക്ഷം രൂപ വെച്ച് 275 കുട്ടികൾക്ക് കൊടുത്തില്ലേ?
നടത്തിയില്ലേ? അവർ സംസാരിച്ചില്ലേ? അവർക്ക് കേൾവിശക്തി തിരിച്ചു കിട്ടിയില്ലേ? ആ കുട്ടികൾ BJT ഹാളിൽ സമ്മേളിച്ച് പാട്ട് പാടുന്നത്, നൃത്തം ചവിട്ടുന്നത്, പ്രസംഗിക്കുന്നത് ഞാനൊക്കെ നേരിട്ട് കണ്ടു. നിങ്ങൾ ചാനൽ കണ്ടില്ലേ? കേരളത്തിന് സ്വപ്നം കാണാൻ കഴിയാത്ത വിഴിഞ്ഞം തുറമുഖം അദ്ദേഹമല്ലേ കൊണ്ടുവന്നത്? നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്ത മെട്രോ തീവണ്ടി അദ്ദേഹമല്ലേ കൊണ്ടുവന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ഖത്തർ വിമാനത്താവളം സമുദ്രത്തിലാണ്. ആ വിമാനത്താവളത്തെ വെല്ലുന്ന വിമാനത്താവളമല്ലേ ഉത്തര മലബാറിൽ കണ്ണൂരിൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത്? ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ ആരംഭിച്ചത് ആ മുഖ്യമന്ത്രിയെ അപമാനിച്ചു, അവഹേളിച്ചു, അപകീർത്തിപ്പെടുത്തി, സരിതയുടെ പേര് പറഞ്ഞ്, ബാർക്കോഴ പറഞ്ഞ് നിയമസഭയ്ക്കകത്ത് എന്തെല്ലാം ആ സ്പീക്കറുടെ ചേംബറിൽ കാണിച്ചത്. കുരങ്ങൻ സ്വതേ വികൃതിയാണ്. ആ കുരങ്ങൻ കള്ളു കുടിച്ചാലും കണ്ടിരിക്കും. കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയാലും കണ്ടിരിക്കും. അതുപോലല്ലേ മാർസിസ്റ്റ് MLA മാർ സ്പീക്കറുടെ ചേംബറിൽ കിടന്ന് കളിച്ചത്? നിങ്ങൾ കണ്ടില്ലേ? ജനാധിപത്യത്തെ അപമാനിച്ചു, അവഹേളിച്ചു, അപകീർത്തിപ്പെടുത്തി. ഉമ്മൻചാണ്ടിയെ പറഞ്ഞു വിട്ടു. വർഷം 5 കഴിഞ്ഞു. സോളാർ കേസിന്റെ പേരിൽ, ബാർക്കോഴയുടെ കേസിൽ ഒരു ചെറിയ പെറ്റി കേസ് ഉമ്മൻചാണ്ടിക്കെതിരെ എടുക്കാൻ കഴിഞ്ഞു? 5 കൊല്ലം ഭരിച്ചിട്ട് എടുക്കാൻ കഴിഞ്ഞു? ഇപ്പൊ എന്താ കേരളത്തിലെ ഭരണം? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അധോലോക കേന്ദ്രമാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. ഇപ്പൊ കേരളത്തിൽ അവർക്ക് പോകാൻ നേരമില്ല. കസ്റ്റംസ് ഉണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട്. 2005 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് ഉണ്ടാക്കിയതാണ് ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 50. ഒരു വീട് റെയ്ഡ് ചെയ്യണോ? റെയ്ഡ് ചെയ്യാം. ഒരു വീടിൽ ആരെങ്കിലും ചോദ്യം ചെയ്യണോ? ചോദ്യം ചെയ്യാം. സെക്ഷൻ 8 സ്വത്ത് കണ്ടുകെട്ടാം. സെക്ഷൻ 17 സ്വത്ത് പിടിച്ചെടുക്കാം. സെക്ഷൻ 19 അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴികൾക്കുള്ളടയ്ക്കാം. ED ഇവിടുന്ന് പോയിട്ടില്ല. കസ്റ്റംസ് ഇവിടെയുണ്ട്. മാത്രമല്ല NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇവിടെ ഉണ്ട്. ഓരോന്നിൻ്റെയും ജോലി പറയാം. കസ്റ്റംസിന്റെ ജോലി കള്ളക്കടത്ത് പിടിക്കില്ല. വിമാനത്താവളം ഉണ്ടായ കാലം തൊട്ട്, തുറമുഖമുള്ള കാലം തൊട്ട് കപ്പലിനകത്തും വിമാനത്തിലും കള്ളക്കടത്ത് വരും, ദിവസവും വരും. പക്ഷെ കള്ളക്കടത്ത് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ വരുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്താണ് ഡിപ്ലോമാറ്റിക് ബാഗേജ്? ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് പറയുന്നത് നയതന്ത്ര സുരക്ഷയുള്ള ബാഗേജാണ്. എവിടെ നിന്നാണോ കയറ്റി അയക്കുന്നത്, എവിടേക്കാണോ വരുന്നത്, ഒരിടത്തും ഒരു പരിശോധനയും ഡിപ്ലോമാറ്റിക് ബാഗേജിൽ നടത്താൻ പറ്റില്ല. നയതന്ത്ര സുരക്ഷയുള്ള ബാഗേജുകൾ തുറന്നു നോക്കണമെങ്കിൽ അയക്കുന്ന രാജ്യം തീരുമാനിക്കണം, ഏറ്റെടുക്കുന്ന സംസ്ഥാനം തീരുമാനിക്കണം. ഇത് രണ്ടും നടക്കാതെ നയതന്ത്ര ബാഗേജുകൾ തുറന്നു നോക്കാൻ പറ്റില്ല. ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, IT സെക്രട്ടറി ശിവശങ്കർ. അത് പോയിട്ടുണ്ടോ? സ്വർണ്ണ കള്ളക്കടത്ത് നമുക്ക് മനസ്സിലായി. ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ഡോളർ കള്ളക്കടത്ത് നടത്തി, അതും മനസ്സിലായി. ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ 17,000 കിലോ ഈന്തപ്പഴം കൊണ്ടുവന്നു, അതും മനസ്സിലായി. മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ എന്തിനാണ് ഖുർആൻ കൊണ്ടുവന്നത്? 6666 ആയത്തുകളുള്ള ഖുർആൻ പരിശുദ്ധമായ ഗ്രന്ഥമാണ്, പരിപാവനമായ ഗ്രന്ഥമാണ്. ഇന്ന് ലോകത്തേക്ക് എവിടെ കയറ്റിയേക്കാനുള്ള ഖുർആനും പ്രിന്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത്. അതിമനോഹരമായ ഖുർആൻ അവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇനി ജലീൽ എന്ന് പറയുന്ന മന്ത്രിക്ക് ഖുർആൻ അവിടുന്ന് കൊണ്ടുവരണമെങ്കിൽ കണ്ടെയ്നറിൽ കൊണ്ടുവരാം, കാർഗോയിൽ കൊണ്ടുവരാം. ആരും തുറന്നു നോക്കാൻ പാടില്ലാത്ത ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ഞാൻ ഖുർആൻ കൊണ്ടുവരുന്നേ. ഈ തുറന്നു നോക്കി ഖുർആനാന്ന് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പോ ഖുർആന്റെ മറവിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിലുള്ള സ്വർണ്ണ കള്ളക്കടത്ത്. എത്രയോ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തി, ഡോളർ കള്ളക്കടത്ത് നടത്തി, ഈന്തപ്പഴത്തിൻ്റെ കുരു എടുത്തു കളഞ്ഞ് കുരുവിൻ്റെ സ്ഥാനത്ത് സ്വർണ്ണം ഉരുട്ടി വെച്ച് സ്വർണ്ണം കടത്ത്
ഖുർആൻ എന്ന വ്യാജേന കടത്തി. എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എനിക്ക് വിശ്വാസമാണ്, അയാൾ ഒരു തെറ്റും ചെയ്യത്തില്ല. ഇപ്പം പിടിച്ചു. പ്രിയപ്പെട്ട പിണറായി വിജയ, തൻ്റെ സെക്രട്ടറി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുക. താങ്കൾ നിയമിച്ച പെണ്ണുണ്ടല്ലോ, അവിടെ വിദ്യാഭ്യാസ യോഗ്യത എന്താ? അവിടെ വിദ്യാഭ്യാസ യോഗ്യത ബികോം. എവിടുന്നാണ് ഡിഗ്രി കിട്ടിയെന്ന് ചോദിച്ചു. പറഞ്ഞു ബോംബെയിലെ ബാബാ സാഹേബ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടെ BA ഇല്ല, BCC ഇല്ല, ബികോം ഇല്ല, MSc ഇല്ല, MA ഇല്ല, MCOM ഇല്ല. പിന്നെ എന്താ അവിടുത്തെ യൂണിവേഴ്സിറ്റി? ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, BBA, MBA, എൻജിനീയറിംഗ്. അപ്പം പിന്നെ പിടിച്ചു. സ്വപ്ന സുരേഷിൻ്റെ ഡിഗ്രി വ്യാജമാണ്, ബികോം അല്ല, 10ാം ക്ലാസ്. ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാനൊരു പ്രസ്സിൽ കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് അടിച്ച് ഞാൻ തന്നെ വൈസ് ചാൻസലർ ഒപ്പം കിട്ടും, ബികോം വെച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി എത്ര നിരുത്തരവാദപരമായി പെരുമാറി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഈ രാജ്യത്ത് അറ്റോമിക് കമ്മീഷൻ ഉണ്ടാക്കിയത്. അതിൻ്റെ പിതാവ് ഹോമി ജെ ഭാവയാണ്. ഇന്ന് ലോകത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മിന്നിത്തിളങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ അഭിമാന സ്തംഭങ്ങളായ 2 സ്ഥാപനമാണ് തിരുവനന്തപുരത്ത് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, പിന്നൊന്ന് VSSC, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ISRO എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഗവേഷണം നടത്തുന്ന സ്ഥാപനത്തിലാണ് സ്പേസ് പാർക്ക് എന്ന് പറയുന്ന സ്ഥാപനം. അതിലാണ് ഈ 10ാം ക്ലാസ്സുകാരി പെണ്ണിനെ നിയമിച്ചത്. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെ ഇവിടെ ചോർത്തി അവിടെ കൊടുത്തെന്ന് ദൈവത്തിനെ അറിയൂ. സ്വപ്നയെ നിയമിച്ചത് ഞങ്ങളല്ലെന്ന് പറഞ്ഞു. ആ പെണ്ണ് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എന്നെ നിയമിച്ചത്. ആദ്യം പറഞ്ഞു ഇവർ നിയമിച്ചത് PWC ആണ്. PWC എന്ന് പറഞ്ഞാൽ പവർ വാട്ടർ ഹൗസ്, ഇതാണ് കൂപ്പർ. PWC അവർ പറഞ്ഞു, അവർ കോടതി കേസ് കൊടുത്തു. ഞങ്ങളല്ല അവളെ നിയമിച്ചത്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് നിയമിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓരോരോ കള്ളത്തരങ്ങൾ പൊളിയല്ലേ. അപ്പോൾ ഇവിടെ കള്ളപ്പണം വെളുപ്പിച്ചു. മാത്രമല്ല ഈ കള്ളക്കടത്തിലൂടെ നേടിയെടുത്ത പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന്, രാജ്യദ്രോഹ കുറ്റത്തിന്, മാവോയിസ്റ്റുകളെ സഹായിക്കാൻ ഉപയോഗിച്ചു ഈ ഗവൺമെന്റ്. അതന്വേഷിക്കാനാണ് NIA വന്നത്. അവർ വകുപ്പിട്ടു UAPA, അൺലോഫുൾ ആക്ടിവിറ്റീസ് അമെൻമെന്റ് ലോ. ദേശവിരുദ്ധ പ്രവർത്തനം, രാജ്യദ്രോഹ കുറ്റം, തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കസേര ഇരിക്കാൻ ഈ മനുഷ്യന് നാണമില്ലേ ഇതൊക്കെ ചെയ്തിട്ട്? ലൈഫ് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പരിപാടി ഇന്ന് TV കണ്ടോ? ആ ലൈഫിനെ കുറിച്ച് അന്വേഷിക്കാൻ CBI വരണമെന്ന് വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് MLA അനിൽ പറഞ്ഞു. ആ അനിലിനെതിരെ CBI കേരളത്തിൽ ഒരു കേസ് അന്വേഷിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ തീട്ടൂരം വേണമെന്ന് ഓർഡിനൻസ് ഇറക്കി. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ലൈഫിൽ അഴിമതിയുണ്ട്, അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ CBI തന്നെ വേണം. CBIയോട് പറഞ്ഞു മുഖ്യമന്ത്രി ചെയർമാനായ ലൈഫിനെ കുറിച്ച് അന്വേഷിക്കാൻ. എന്നിട്ടും ഇയാൾ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെക്കുന്നില്ല. എന്താ ലൈഫ് എന്ന് പറഞ്ഞാൽ UPA ഇന്ത്യ ഭരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ദിര ആവാസ് യോജന. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണ്ടൊരു ഗായകനുണ്ടായിരുന്നു, KS ജോർജ്. അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായൊരു ഗാനമുണ്ട്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലയയക്കാൻ മണ്ണിലിടമില്ല. ആ പാട്ട് കേട്ട് മണ്ണിൽ ഇടമുണ്ടാകുമെന്ന് കരുതി എത്രയോ ആളുകൾ ചെങ്കൊടി പിടിച്ചു, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്തു. എത്രയോ മുഖ്യമന്ത്രിമാർ മാറി മാറി കേരളം ഭരിച്ചു. ആ പാട്ട് പാടി കമ്മ്യൂണിസ്റ്റുകാരനായ KS ജോർജിന് ക്ഷയരോഗം ബാധിച്ച് ചോര തുപ്പി മരിച്ചു. ആ KS ജോർജിന് അന്തി ഉറങ്ങാൻ 10 സെന്റ് ഭൂമിയും അതിലൊരു വീടും വെച്ചു കൊടുത്ത കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാ, അല്ല കമ്മ്യൂണിസ്റ്റുകാരല്ല. അപ്പൊ പാവത്തുങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ലൈഫ് മുഖ്യമന്ത്രിയുടെ പരിപാടിയല്ല, കേന്ദ്ര ഗവൺമെന്റ് അതിൽ പങ്കുണ്ട്. പഴയ ഇന്ദിര ആവാസ് യോജന, ഇപ്പോ പ്രധാനമന്ത്രി ആവാസ് യോജന. അത് കേന്ദ്ര ഗവൺമെന്റ് മാത്രം പരിപാടിയല്ല. ലൈഫിൽ ഒരു വീട് വെച്ചു കൊടുക്കാൻ 4 ലക്ഷം രൂപ കൊടുക്കും. വിഹിതം ഞാൻ പറയാം. അതിൽ
72,000 രൂപ കേന്ദ്ര ഗവൺമെൻറ് വിഹിതം, 98,000 ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം. അത് കഴിഞ്ഞാൽ അടുത്ത വിഹിതം നിങ്ങൾക്കറിയാം, 1,12,000 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം. പഞ്ചായത്ത് 70,000 എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന രാജു കട്ടക്കയത്തിൻ്റെ പഞ്ചായത്ത് 70,000 കൊടുക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് 1,12,000 കൊടുക്കണം, ജില്ലാ പഞ്ചായത്ത് 98,000 കൊടുക്കണം, കേന്ദ്ര ഗവൺമെൻറ് 72,000 കൊടുക്കും. 48,000 രൂപയാണ് പിണറായി വിജയൻ കൊടുക്കുന്നത് 4 ലക്ഷത്തിൽ. ആ പരിപാടി അയാളാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂ? 48 കേരളം, 72 കേന്ദ്രം, 98 ജില്ലാ പഞ്ചായത്ത്, അത് കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് 1,12,000, ഗ്രാമപഞ്ചായത്ത് 70. പിണറായി വിജയൻ പറയുന്നു 48 കൊടുക്കുന്ന ഞങ്ങളുടെ പരിപാടിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 8 കാലി മമ്മൂഞ്ഞിനെ കുറിച്ച് വായിച്ചിട്ടില്ലേ? നാട്ടിൽ ഏത് പെണ്ണിന് ഗർഭം ഉണ്ടായാലും മമ്മൂഞ്ഞ് പറയും അത് ഞമ്മൻ്റെ ഗർഭമാണ്. അവസാനം മനക്കല പാർവതിക്ക് ഗർഭമുണ്ടെന്ന് ചായക്കടയിൽ നിന്ന് ആരോ പറഞ്ഞു കേട്ടു. മമ്മൂഞ്ഞ് പറഞ്ഞു ആ ഗർഭവും ഞമ്മൻ്റെയാണ്. ഇപ്പം ചായക്കടക്കാരൻ പറഞ്ഞു മനക്കല പാർവതി ഒരു പിടിയാനയാണ്, എങ്കിലത് ഞമ്മൻ്റെ അല്ല. എന്തിനാണ് ഈ ഗവൺമെൻറ് 8 കാലി മമ്മൂഞ്ഞാകുന്നത്? 48,000 രൂപ കൊടുക്കുന്ന നിങ്ങളുടെ പരിപാടിയാണോ ലൈഫ്? 1,12,000 കൊടുക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത്, 98,000 കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്ത്, 70,000 ഗ്രാമപഞ്ചായത്ത്, 72 കേന്ദ്രം, നിങ്ങൾ കേവലം 48. അപ്പോൾ ഈ ലൈഫ് കേന്ദ്ര, സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ലൈഫ്. അതിനാണ് റെഡ് ക്രസന്റ് 20 കോടി രൂപ കൊടുത്തു. ലൈഫിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രി, സെക്രട്ടറി UV ജോസ് കൊടുത്ത പണം 20 കോടി. കൊടുത്തത് റെഡ് ക്രസന്റ്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്ത കാശ് എങ്ങനെയാണ് സ്വപ്നയുടെ കയ്യിൽ പോയത്? സ്വപ്ന എങ്ങനെയാണ് ആ കാശ് യൂണിടാക്കിന് കൊടുത്തത്? 20 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിയുമ്പോൾ 4.5 കോടി കമ്മീഷൻ അടിച്ചാൽ പിന്നെ എന്താ? ഇനി അടുത്ത UDF ഗവൺമെൻറ് വന്ന് സെക്രട്ടേറിയറ്റിൽ ചെന്ന് അവിടുത്തെ രേഖ പരിശോധിക്കാൻ അറിയാം, സെക്രട്ടേറിയറ്റിൻ്റെ പ്രമാണം വല്ലതും അടിച്ചുകൊണ്ട് പോയി പണയം വെച്ചിട്ടുണ്ട്. ഈ 4.5 കൊല്ലം കൊണ്ട് അതും ചെയ്ത് കാണും. 1,75,000 കോടിയെ കടം. അന്വേഷിച്ച് വന്നപ്പോൾ ലൈഫിൽ അഴിമതി, അന്വേഷിച്ച് വന്നപ്പോൾ K-ഫോണിൽ അഴിമതി, അതന്വേഷിച്ച് വന്നപ്പോൾ അറിയുന്നു അടുത്ത അഴിമതി. K-ഫോണൊക്കെ നല്ല പരിപാടിയാണ്, മനുഷ്യർക്ക് അതിവേഗ നെറ്റ് കൊടുക്കുന്ന പരിപാടി. പക്ഷെ അമ്പലപ്പുഴ പാൽപ്പായസം ഏറ്റവും നല്ല പായസമല്ലേ? അത് മനുഷ്യൻ മുറുക്കി തുപ്പുന്ന കോളാമ്പിക്കകത്ത് ഒഴിച്ചു തന്നാൽ കുടിക്കാൻ പറ്റും. K-ഫോൺ നല്ലത്, പക്ഷെ അത് അഴിമതിയാണെന്നാ കൊള്ളാവൂ. തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാം, അമേരിക്കൻ കമ്പനിയായ ടോറസിന് കൊടുത്തു ടെക്നോ പാർക്കിന്റെ 3ാം ഘട്ട വികസനം. ടോറസ് ഡൗൺ ടൗൺ, അതിലഴിമതി. 3,000 കോടി രൂപ, 4,000 കോടി രൂപ, 3,000 ബസ്, ഈ മൊബിലിറ്റി, അതിലഴിമതി. K-ഫോണിൽ അഴിമതി, സ്മാർട്ട് സിറ്റിയിൽ അഴിമതി. അഴിമതി അന്വേഷണം അന്വേഷിച്ച് വന്നപ്പോൾ പറയുകയാണ് ഇവിടെ അന്വേഷിക്കാൻ പറ്റത്തില്ല. DYFIക്കാരോട് പറഞ്ഞു, മാർക്സിസ്റ്റുകാരോട് പറഞ്ഞു കസ്റ്റംസിനെ ഓടിക്കാൻ, ED ഓടിക്കാൻ, NIA ഓടിക്കാൻ, CBI ഓടിക്കാൻ, ആരും വേണ്ട. വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഒരു പോലീസ് സ്റ്റേഷനാണ്, ഞങ്ങളുടെ പാർട്ടി ഒരു കോടതിയാണ്. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയോട് ചോദിക്കുന്നു, വ്യവസ്ഥാപിതമായ കുറ്റാന്വേഷണ സംവിധാനങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഭരണഘടനാപരമായി രൂപീകരിച്ച കുറ്റാന്വേഷണ സംവിധാനങ്ങളല്ലേ കസ്റ്റംസ്, അതുപോലെ ED, അതുപോലെ NIA, അതുപോലെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, RAW, CBI, ഇൻകം ടാക്സ്, ഇതെല്ലാം അന്വേഷണ ഏജൻസിയാണ്. മടിയിൽ ഖനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളതല്ലേ പിണറായി വിജയൻ നിങ്ങൾ പറഞ്ഞ്? ഇപ്പം എന്തിനാ പേടിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദിക്കാൻ വിളിച്ചു. ഉടനെ കോവിഡ് പരിശോധനയ്ക്ക് 3 ടെസ്റ്റുണ്ട്. ആൻറ്റിജൻ ടെസ്റ്റ് 500 രൂപ, ട്രൂനാൻ ടെസ്റ്റ് 2,100, റാപ്പിഡ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ റാപ്പിഡ് PCR 2,100. ടെസ്റ്റ് ചെയ്താൽ അപ്പോഴേ റിസൾട്ട് കിട്ടും, നെഗറ്റീവ് ഓർ പോസിറ്റീവ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ചോദ്യം ചെയ്തു,
കോവിഡാന്ന് പറഞ്ഞു. ED പറഞ്ഞു റിസൾട്ട് തരാൻ. ഇയാൾ കൈപൊക്കി കാണിക്കുക, രേഖ, റിസൾട്ട് ഇതാ രേഖ. എന്തേ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് കൊടുക്കാത്തത്? ചോദ്യം ചെയ്യാൻ വിളിച്ചു. ശിവസേനനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഹാർട്ടിന് അസുഖം. ഹാർട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ന്യൂറോ പ്രോബ്ലം. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നെഫ്രോ പ്രോബ്ലം. ഞാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു സാറേ, കാർഡിയോളജി വിഭാഗം ശിവശങ്കരനെ പരിശോധിച്ചു. അയാളുടെ ഹൃദയത്തിനോ ഹൃദയ സംബന്ധമായോ ഒരു രോഗവുമില്ല. ന്യൂറോ, ഞരമ്പുമായി ബന്ധപ്പെട്ട എല്ലാം പരിശോധിച്ചു. സൂപ്രണ്ട് എന്നോട് പറഞ്ഞു അയാൾക്കൊരു ചെറിയ ഞരമ്പ് രോഗമുണ്ട്, അത് രോഗമല്ല, മറ്റു ചില കാര്യങ്ങളാണ്. പക്ഷെ ഞരമ്പുമായി ബന്ധപ്പെട്ട ഒരു രോഗമില്ല. നെഫ്രോ, കിഡ്നിയുമായി ബന്ധപ്പെട്ട എല്ലാം പരിശോധിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞു ഇനി പരിശോധിക്കാൻ ഒറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ, അത് ഗൈനക്കാണ്. ഇയാൾക്ക് ഗർഭം ഉണ്ടോ എന്നുള്ള ഒഴിച്ച് ബാക്കി എല്ലാം പറ്റുന്നുണ്ട്. ഊരിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ നെഞ്ചും വിരിച്ചു നടന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് EDയെ പേടിയോ? ആദ്യം കോവിഡ്, പിന്നെ ഹാർട്ട്, പിന്നെ ലിവർ, പിന്നെ കിഡ്നി, ഗർഭം ഒഴിച്ച എല്ലാ രോഗങ്ങളും. അത് തന്നെയല്ലേ ഇവിടെ. CM രവീന്ദ്രൻ ആരാ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പാർട്ടി ഒരു തീരുമാനമെടുത്തു. AKG സെന്ററിൽ എന്താ തീരുമാനം? കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിമാരുടെ സ്റ്റാഫിൽ BA പാസ്സാകാത്ത ആരും വേണ്ട. എവിടുന്നാ മിസ്റ്റർ വിജയ നിങ്ങളുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ BA എടുത്തത്? സ്വപ്ന എടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ? അതോ സ്വപ്ന ഒപ്പിച്ച പോലൊരു സർട്ടിഫിക്കറ്റ് ആണോ? CM രവീന്ദ്രൻ 10ാം ക്ലാസ്. ഡിഗ്രി ഇല്ലാത്ത ആർക്കും മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ സ്റ്റാഫിൽ നിയമനം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനെ എന്ത് മാനദണ്ഡത്തിലാണ് നിങ്ങൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത്? ഞങ്ങളുടെയൊക്കെ ഗവൺമെന്റ് വരുമ്പോൾ പാർട്ടിയിൽ പാവപ്പെട്ട പലർക്കും ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് നമ്മൾ മന്ത്രിമാരുടെ സ്റ്റാഫിൽ കൊടുക്കും. 5 കൊല്ലം കിട്ടിയാൽ പിന്നെ പെൻഷൻ കിട്ടും. ഈ പാർട്ടിക്ക് വേണ്ടി ഒരു ജീവിതം മൊത്തം ഹോമിച്ച പല ആളുകൾക്കും വരുമാനമില്ലാത്ത പാവത്തുങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗമായിട്ട് 5 കൊല്ലം മന്ത്രിയുടെ കൂടെ പിന്നെ പെൻഷൻ. രവീന്ദ്രനും അത്തരം പാവപ്പെട്ട ഒരുത്തന ജീവിക്കാൻ മാർഗമില്ല. അതുകൊണ്ടാണ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയത്. ED ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ പറഞ്ഞു കോവിഡാണ്. കോവിഡ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കോവിഡ് ആനന്തര രോഗങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അത് കഴിയട്ടെ വരാം. ഈ നേരം കൊണ്ട് ED വടകരയിൽ പോയി അയാളുടെ പെണ്ണുമ്പിളെ ചോദ്യം ചെയ്തു. CM രവീന്ദ്രന്റെ ഭാര്യ പറഞ്ഞു എന്റെ ഭർത്താവ് എനിക്ക് 88 ലക്ഷം രൂപ കൊടുത്തൊരു മണ്ണുമാന്തി യന്ത്രം വാങ്ങിച്ചു തന്നു. ആ മണ്ണുമാന്തി യന്ത്രം ഞാൻ ഇവിടുത്തെ ഊരാളുകൾ സൊസൈറ്റിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. 1 മണിക്കൂർ വാടക 2500 രൂപ. ജീവിക്കാൻ മാർഗമില്ലാഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറിയായി വന്ന CM രവീന്ദ്രന് എവിടുന്ന് കിട്ടി 88 ലക്ഷം രൂപ മണ്ണുമാന്തി യന്ത്രം വാങ്ങിക്കാൻ? 25 മണ്ണുമാന്തി യന്ത്രം വാങ്ങിക്കാൻ കാശുള്ള ഊരാളികൾ ഈ ഒരു മണ്ണുമാന്തി യന്ത്രത്തിന് വാടകയ്ക്ക് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ്. 1 മണിക്കൂർ 2500 രൂപ. മണ്ണുമാന്തി യന്ത്രം രാപ്പകലിട്ടടിക്കുക 24 മണിക്കൂർ. ഒരു ദിവസം 24 മണിക്കൂർ 2500 ഗുണം 2.5 വർഷം. എത്ര കോടി കിട്ടി? എത്ര കോടി? ഇയാളുടെ അനധികൃതമായ സമ്പാദ്യം മുഴുവൻ കണ്ടെടുത്തു. ചോദ്യം ചെയ്യാൻ പോയി, ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ പട്ടിയെ പോലെ പോയി ചോദ്യം ചെയ്യാൻ സമ്മതിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി EDയെ വരട്ടി, കസ്റ്റംസിനെ വരട്ടി, NIA വരട്ടി, CBI വരട്ടി. മുഖ്യമന്ത്രി ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ? നിയമത്തെ ബഹുമാനിക്കേണ്ട ആളല്ലേ? നിയമം കയ്യിലെടുക്കാൻ പാടുണ്ടോ? നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ പാടുണ്ടോ? ഒരു മുഖ്യമന്ത്രി നിയമം കയ്യിലെടുത്താൽ, നിയമവാഴ്ചയെ വെല്ലുവിളിച്ചാൽ, നിയമത്തെ ധിക്കരിക്കാൻ അനുയായികളോട് പറഞ്ഞാൽ അരാജകത്വം നാട്ടിൽ, അനാർക്കി, മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അയാൾ രാജ്യസ്നേഹിയാണോ രാജ്യദ്രോഹിയാണോ നിങ്ങൾ തീരുമാനിക്കുക. ആലോചിക്കണം. അപ്പൊ ഇന്ന് CBI പറഞ്ഞിരിക്കുന്നു, സുപ്രീം കോടതി പറഞ്ഞു CBI അന്വേഷിക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രി തെറ്റു ചെയ്താൽ തിരുത്തേണ്ടതാരാ? പാർട്ടി. പാർട്ടിയുടെ സെക്രട്ടറി ഇവിടെ അയാൾ ജീവനം കൊണ്ടുകൂടി. പേര് കോടിയേരി ബാലകൃഷ്ണൻ. ഒരു മകന്റെ പുണ്യാധികാരി ഇന്ന് കണ്ടില്ലേ? ഇവിടെ ബീഹാറിൽ കേസ് DNA പരിശോധന കഴിഞ്ഞു, റിസൾട്ട് ഇത് കിട്ടിയിട്ടില്ല. അധ്വാനിക്കുന്നവന്റെ പാർട്ടി.
ഭാരം ചുമക്കുന്നവൻ്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്ത് അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി, പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനം തുടങ്ങിയ പാർട്ടി, കട്ടൻ ചായ, പരിപ്പ് വട, ഇതൊക്കെ തിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പാർട്ടി. ആ പാർട്ടി ഇവിടെ ഈ പാർട്ടിക്ക് കൊടി പിടിക്കുന്ന സഖാക്കന്മാരോട് ചോദിക്കുന്നു, ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ഈ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവന്നവരോട് ഞാൻ ചോദിക്കുന്നു, കൊല്ലാൻ നടക്കുന്നവരെ, ചാകാൻ നടക്കുന്നവരെ, ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളം പിണറായി വിജയൻ ഭരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? പിണറായി വിജയൻ കോടീശ്വരൻ, അയാളുടെ മകള് കോടീശ്വരി, ആ മകൾക്കൊരു പുതിയാപ്പിളയുണ്ടല്ലോ, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. ആ ചെക്കന് ലോട്ടറി ടിക്കറ്റ് എടുത്തു, അതാ വീണ വിജയൻ. ഇത് മൊത്തം അവൻ അടിച്ചുകൊണ്ട് പോവാ ചെക്കൻ. ഇയാളുണ്ടാക്കുന്ന അവിഹിത സമ്പാദ്യം മൊത്തം ആ പയ്യൻ സ്വായത്തമാക്കും. പാർട്ടിക്ക് വേണ്ടി ഇന്നും കൊല്ലാൻ നടക്കുന്നവരും ചാവാൻ കിടക്കുന്നവരും അവന് ജയിൽ മാത്രം. പാർട്ടി നേതാക്കന്മാർ, കോടീശ്വരന്മാർ. കണ്ണൂർ ജില്ലയിലെ 2 മന്ത്രിമാർക്ക് 200 ഏക്കർ സ്ഥലം. ഇന്ത്യയിൽ ഏറ്റവും വില കൂടിയ നഗരമായ ബോംബെയിൽ 200 ഏക്കർ സ്ഥലം കണ്ണൂരിലെ 2 മന്ത്രിമാർക്ക് ബിനാമി പേരിൽ. സഖാക്കന്മാരെ പേര് ഞാൻ പറഞ്ഞുതരാൻ, പോയി അന്വേഷിക്കുക, കണ്ടുപിടിക്കുക, അവരെ വിചാരണ നടത്ത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക ധൈര്യമുണ്ടെങ്കിൽ. KPAC ലളിത പറഞ്ഞു, LDF വരും, എല്ലാം ശരിയാവും. മദ്യവിമുക്ത കേരളം, ലഹരി വിമുക്ത കേരളം. ബിനീഷ് കോടിയേരി പറഞ്ഞു, ആ പെണ്ണുമ്പുഴയുടെ തലയ്ക്ക് വട്ട. അവർ പറഞ്ഞ് തിരിഞ്ഞുപോയി. മദ്യവിമുക്ത കേരളമല്ല, മദ്യമയ കേരളം, ലഹരിമയ കേരളം. കുഞ്ഞുങ്ങളോട് ആ ചെക്കനുള്ള സ്നേഹം എന്താ? മുട്ടായിക്കകത്ത് ഗഞ്ചാവ്, ചരസ്, ബ്രൗൺ ഷുഗർ, കൊക്കൈൻ ഇതെല്ലാം അരച്ച് മുട്ടായി ഉണ്ടാക്കി സ്കൂളുകളിൽ, കോളേജുകളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കേരളത്തിൻ്റെ ഭാവി ഭാഗതയും ഇല്ലാതാക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ ബിനീഷ് കോടിയേരി. 2006 തലശ്ശേരിയിൽ ഞാൻ മത്സരിക്കുമ്പോൾ കോടിയേരിക്കെതിരെയാണ് മത്സരിച്ചത്. തമാശക്കാണെങ്കിലും ഞാനൊരു കാര്യം പറയാം. അവിടെ ഏറ്റവും വലിയ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിന് ചുറ്റുമതിലുണ്ട്. അവിടുത്തെ UDFകാർ എന്നോട് വന്ന് പറഞ്ഞു, സാർ അവിടെ ഒരു ചുറ്റുവിളക്ക് കത്തിക്കണം, സാറിന് ജയിക്കാം. ഞാൻ പറഞ്ഞു, പിന്നെന്താ ചുറ്റുവിളക്ക് കത്തിക്കാം, എത്ര രൂപയാവുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചുറ്റുവിളക്ക് കത്തിക്കണമെങ്കിൽ ഒരു 1-2 ലക്ഷം രൂപ വേണം. ഞാൻ പറഞ്ഞു, എനിക്ക് ജയിക്കേണ്ട, ചുറ്റുവിളക്ക് കത്തിക്കാൻ എനിക്ക് കാശില്ല. അവസാനം അവർ പറഞ്ഞു, സാർ തിരുവാർപ്പ് ശിവക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ചാൽ സാറ് ജയിക്കും, പക്ഷേ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചുറ്റുമതിൽ മൊത്തം കത്തിച്ച് തീർക്കണം. ശരി, ജയിച്ചേക്കാമെന്ന് തീരുമാനിച്ചു. ചുറ്റുവിളക്ക് കത്തിക്കാൻ എണ്ണയ്ക്ക് കാശ് കൊടുത്ത് എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നു. 4 മണിക്ക് കത്തിച്ച് തുടങ്ങണം, എന്നാലേ സൂര്യൻ ഉദിക്കുന്നതിന് തീരൂ. ഞാനിങ്ങനെ വിളക്ക് കത്തിച്ച് വരുമ്പോൾ അങ്ങേ അറ്റത്ത് നിന്ന് ആരോ കത്തിച്ച് വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ആരോ അപ്പുറത്തുനിന്ന് കത്തിച്ച് വരുന്നു, നമുക്കും കൂടെ അങ്ങോട്ട് പോകാം, അവിടെ തുടങ്ങാം. ചെന്ന് ലൈറ്റ് അടിക്കുമ്പോഴാണ് അറിയുന്ന കോടിയേരിയുടെ പെണ്ണുമ്പുള്ള വിനോദിനിയെ കത്തിച്ചു വരുന്നത്. തിരുവാർപ്പ് ശിവൻ എന്നെ കൈവടിഞ്ഞു, അവരെ സ്വീകരിച്ചു, ഞാൻ തോറ്റു. ആ തെരഞ്ഞെടുപ്പിൽ കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്ത അഫിഡവിറ്റ് ഞാൻ വായിക്കാം. എൻ്റെ ജീവിതത്തിലെ ആകെ സമ്പാദ്യം 13,67,000 രൂപ. എനിക്കൊരു കാറുണ്ട്, 3 വർഷം പഴക്കം. എൻ്റെ ഭാര്യ വിനോദിനി, അവരുടെ സമ്പാദ്യം 20,000 രൂപ. എനിക്ക് 2 മക്കളുണ്ട്. ഒന്നിനും ജോലിയില്ല, കൂലിയില്ല, ശമ്പളമില്ല, ബാങ്ക് അക്കൗണ്ടില്ല. ഈ എളേരിക്കാരുടെ ഭാഷയിൽ ഗ്രാമ്യമ പറഞ്ഞ 2 വായി നോക്കികളായ മക്കൾ. ജോലിയില്ല, കൂലിയില്ല, ബാങ്ക് അക്കൗണ്ടില്ല, വരുമാനമില്ല, ഒന്നുമില്ല. എന്നാണല്ലോ നമ്മൾ വായി നോക്കി പിള്ളേരെന്ന് പറയുന്നത്. ആ ഇലക്ഷനിൽ ഞാൻ തോറ്റു, കോടിയേരി ജയിച്ചു. അയാൾ ആഭ്യന്തരമന്ത്രിയായി, ടൂറിസം മന്ത്രിയായി. ഒരു വരുമാനമില്ലാത്ത മക്കളുടെ മൂലധനം അച്ഛൻ ആഭ്യന്തരമന്ത്രി, അച്ഛൻ ടൂറിസം മന്ത്രി. അച്ഛനെ വിറ്റ് മക്കൾ കാശുണ്ടാക്കി. ഇപ്പം ED പറയുന്നത് കള്ളപ്പണം വെളുപ്പിച്ച വകയിൽ, മയക്കുമരുന്ന് വിറ്റ വകയിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് 1000 കോടി രൂപയുടെ ബിനാമി സമ്പാദ്യം. ഒരു നയ പൈസ ബാങ്ക് അക്കൗണ്ടിലെന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഇപ്പോൾ 1000 കോടിയുടെ ബിനാമി സമ്പാദ്യം. ഒന്ന് ആലോചിച്ച് നോക്കി പാർട്ടിയുടെ സ്ഥിതി. മുഖ്യമന്ത്രി അഴിമതിയുടെ ശരശയ്യയിൽ, പാർട്ടി സെക്രട്ടറി എവിടെയാണ് നിൽക്കുന്നത്?
ഇതൊക്കെ ചോദിക്കാനും പറയാനും ഈ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? തെറ്റ് തിരുത്താൻ ആരെങ്കിലും ഉണ്ടോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എവിടെങ്കിലും 5 എടുത്ത് ജയിച്ചപ്പോൾ ആ ജയിച്ചത് വെച്ച് ഞങ്ങൾ ഇനിയും കേരളം ഭരിക്കുമെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിക്കൂ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈനാമ്പച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പറ്റിയ കൂട്ടുകാരനാണ് ഇയാൾ. നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സ്ഥിതി എന്താ? ഇപ്പം ജനാധിപത്യം ഉണ്ടോ? പാർലമെന്റ് കൂടുന്നുണ്ടോ? സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടുന്നുണ്ടോ? 4 കോടി ജനങ്ങൾ കഴിഞ്ഞ 48 ദിവസമായി തെരുവിൽ കിടക്കുക. 3 ബില്ലുകൾ പാർലമെന്റിൽ കൊണ്ടുവന്നു. 3ഉം കർഷക വിരുദ്ധം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കട്ടക്കയൊക്കെ വലിയ കൃഷിക്കാരാണ്. പണ്ട് ഇവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ വ്യാപാരികൾ വിലപേശി അവർ ആഗ്രഹിക്കുന്ന വിലയ്ക്ക് പിടിച്ചു പറിച്ചിരുന്നു. ആ ഒരു കാലഘട്ടം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ മാർക്കറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നത്, ആക്ട് കൊണ്ടുവന്നത്. സംസ്ഥാന ഗവൺമെന്റുകളുടെ നേതൃത്വത്തിലാണ് ഈ ആക്ട് നടപ്പിലാക്കുന്നത്. അതിലൂടെയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മണ്ടികൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം മണ്ടികളിൽ സാധനം വിൽക്കണമെങ്കിൽ വാങ്ങാൻ വരുന്നവൻ ലൈസൻസ് എടുക്കണം, എടുപ്പ് നികുതി കൊടുക്കണം. ഇതൊക്കെ കൃഷിക്കാർക്ക് മിനിമം സപ്പോർട്ട് വില കിട്ടുന്ന ഒരു സംവിധാനമാണ്. അതെല്ലാം എടുത്തു കളഞ്ഞു. സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞു, കൃഷിക്കാരൻ സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉൽപാദന ചെലവിൻ്റെ 1.5 ഇരട്ടി അവന് താങ്ങുവില കൊടുക്കണം. ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിലെ കൃഷിക്കാരുടെ വാർഷിക വരുമാനം 20,000 രൂപ. ഒരു ദിവസം 31 കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. സുപ്രീം കോടതിയിൽ ഈ ഗവൺമെന്റ് കൊടുത്ത കണക്കനുസരിച്ച് ഒരു വർഷം 12,000 ആത്മഹത്യ. കൃഷിക്കാർക്ക് കൊടുത്തിരുന്ന കറണ്ട് സബ്സിഡി എടുത്തു കളഞ്ഞു, വളത്തിൻ്റെ സബ്സിഡി എടുത്തു കളഞ്ഞു. കാർഷിക എഴുതി തള്ളുന്നില്ല. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മണ്ടികൾ പിരിച്ചുവിട്ടു. എന്തൊരു ക്രൂരതയാണ് കൃഷിക്കാരോട് കാണിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ ജനദ്രോഹപരമായ കാര്യങ്ങൾ സുപ്രീം കോടതി പോലും പറഞ്ഞു, നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കണം, ആ ബില്ല് ക്യാൻസൽ ചെയ്യണം. ആരോട് പറയാൻ? ചെകുത്താനോട് വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റും ജനങ്ങളെ ഓരോ ദിവസവും നീരാളിയെപ്പോലെ പിടിമുറുക്കി കഴുകനെപ്പോലെ കൊത്തിക്കീറുന്നു. ഇവരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണമെങ്കിൽ UDFിൻ്റെ നേതൃത്വത്തിൽ ഭരണം വരണം, തിരിച്ചു വരണം, വന്നേ മതിയാകൂ. ഇപ്പം MP ആയി. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്കറിയാം, ജില്ലാ പഞ്ചായത്ത് കിട്ടി. 2 പഞ്ചായത്തുകൾ നമ്മൾ പിടിച്ചെടുത്തു. പുല്ലൂർ പെരിയ നമ്മൾ പിടിച്ചെടുത്തു, വെസ്ലേരി പിടിച്ചെടുത്തു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇല്ലാത്ത വെസ്ലേരി പിടിച്ചെടുത്തിട്ട് നമ്മളാ തോറ്റെന്നാണ് പറയുന്നത്. പുല്ലൂർ പെരിയ പിടിച്ചെടുത്തിട്ടും അവരാ ജയിച്ചെന്ന് പറയുന്നത്, നമ്മളാ ഭരിക്കുന്നത്. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ ആഘാതമൊന്നും നമുക്കുണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും പിണറായി വിജയൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കും, അഴിച്ചിടും. അതുകൊണ്ട് കേരളത്തിൽ UDFിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വന്നാലേ കർഷകർക്ക് രക്ഷയുള്ളൂ, തൊഴിലാളികൾക്ക് രക്ഷയുള്ളൂ, വിദ്യാർത്ഥികൾക്ക് രക്ഷയുള്ളൂ. അതുപോലെ തന്നെ ഈ മഹാമാരിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനും അത്തരമൊരു ഗവൺമെൻറ്റിനെ കഴിയൂ. അതുകൊണ്ട് ഇവിടെ ഒരു തൃക്കരിപ്പൂരിൽ ഒരു MLA കൂടി വന്നാൽ UDFിൻ്റെ ഭരണം സുഖമായി വരും. അതിനായി നിങ്ങൾ ശ്രമിക്കണം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്തുത്യർഹമായ വിജയം നേടിയ, അതിന് കാർമ്മികത്വം വഹിച്ച ശ്രീ ജോയിയുടെ നേതൃത്വത്തിലുള്ള മണ്ഡലം കമ്മിറ്റി ഞാൻ അഭിനന്ദിക്കുന്നു. അധികാരത്തിൽ വന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പർമാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ജോമോൻ ജോസിനെ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ അഭിനന്ദിക്കുന്നു. അതിലൊക്കെ ഉപരി ഒരു പ്രദേശത്തിൻ്റെ വികാരമായി മാറിയ ശ്രീ രാജു കട്ടക്കയത്തെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഉയർച്ചയുടെ പടവുകൾ കയറാൻ ഒരു പ്രേരക ശക്തിയായി ഇന്ന് ലഭിച്ച സ്ഥാനങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിലുപരി കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് ഈ ഭരണം ഏൽപ്പിക്കാൻ തയ്യാറായ വിശാല മനസ്കരായ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ യജമാനന്മാരാണ്, ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ്, നിങ്ങളുടെ സേവകന്മാരാണ്. 35 വർഷത്തിന് ശേഷം എന്നെ നിങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റ് അയച്ചു. ഞാൻ ഒരിക്കലും മറക്കില്ല.
എൻ്റെ മനസ്സിൻ്റെ ക്യാൻവാസിൽ നിങ്ങൾ ഓരോരുത്തരുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളറിയാതെ വെസ്റ്റലീതിക്കാരെ നിങ്ങളുടെ കാല് തൊട്ട് വന്ദിച്ചിട്ടാണ് ഞാൻ പാർലമെൻറ്റിൻ്റെ പടി ചവിട്ടിയത്. കാരണം എനിക്ക് ഈ മഹാസൗഭാഗ്യമുണ്ടാക്കി തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. മരിക്കുന്നത് വരെ എൻ്റെ മനസ്സിൻ്റെ ക്യാൻവാസിൽ നിങ്ങളുണ്ടാകും. നിങ്ങളെ വിട്ട് ഈ ജന്മം ഞാൻ ഒന്നും ചെയ്യില്ല. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളൊരു ആജ്ഞാനുവർത്തിയായി, ജനങ്ങളുടെ ദാസനായി, ജനങ്ങളുടെ സേവകനായി ഈ പാർലമെന്റ് അംഗം നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഈ മഹാമാരി പിടിക്കാതിരിക്കട്ടെ എന്ന് സർവശക്തനായ തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ഹിന്ദ്. വെസ്റ്റലേരിയുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ് സ്വല്പം വൈകിയാണ് വന്ന് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനായ MP ക്ഷണിക്കുന്നു. ശ്രീ ഗിരിജ മോഹൻ. പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ പെരുമ്പട്ട. വെസ്റ്റലേരിയുടെ പെങ്ങളൂട്ടിയായ 16-ാം വാർഡിൽ നിന്നും മൗക്കോടും ജയിച്ചു വന്ന ലിജിന. പതിനെട്ടാം വാർഡിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള റെഹാനത്ത് ടീച്ചർ.